പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് വീണ്ടും കർത്താവിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് വരുമ്പോൾ കർത്താവ് വിശ്വസ്തനായി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ആയിരിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശു നമ്മുടെ കർത്താവായി മാറിയത്, യേശു ക്രിസ്തുവിൽ നമ്മെ കണ്ടെത്താൻ സാധിച്ചു. അതെ, ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള നമ്മെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതായത് അവനിൽ നമ്മെ, ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. നാം ക്രിസ്തുവിലായിരുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ, അവനിൽ നമ്മെ തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്താണെന്ന് അറിയും? ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ്. അത് മതി, അതാണ് ഏറ്റവും വലുത്, അത് പരമപ്രധാനമായ കാര്യം. അപ്പൊ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തുവാ, ഏത് സാഹചര്യമായിക്കോട്ടെ, അതില് കർത്താവിലുള്ള നമ്മുടെ ബോധ്യം, കർത്താവിലുള്ള നമ്മുടെ ഉറപ്പ്, ആ കർത്താവിലുള്ള കോൺഫിഡൻസ്, അത് നമ്മുടെ ലൈഫിനെ എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് കടത്തിവിടാൻ ശക്തിയുള്ള. നമ്മൾ തകരത്തില്ല, നശിക്കത്തില്ല. കർത്താവിന്റെ അസാധാരണ പദ്ധതിയുടെ ആക്കത്താണ്. അതെ, അത് മറക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റവും വലുതാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ വലിയൊരു അഭിമാനമായിരുന്നു വാഗ്ദത്തം ഞങ്ങളുടേതാണെന്നുള്ളത്. അത് നമുക്ക് ഗലാത്യ ലേഖനത്തില് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് വാഗ്ദത്തങ്ങളെ കുറിച്ച്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോൾ 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ 3-14-16 ഒക്കെ വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോൾ വാഗ്ദത്തത്തെ കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റോമർ 9:4 അവർ ഇസ്രായേലിലെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളൂ. പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളൂ. ഈ വാഗ്ദത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വാഗ്ദത്വം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്വം ചെയ്തതിന് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ വാഗ്ദത്തത്തെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 30 1-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പദ്ധതിയിട്ടു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന് മേലും ആകാശത്തിലുള്ള പറവജാതിന് മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിൽ മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇടജാതിന്മേൽ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. കർത്താവ് അങ്ങനെ പറഞ്ഞു. എന്നാൽ 28-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും. അപ്പൊ അവരെ അനുഗ്രഹിച്ചു. ആദമിനെ അനുഗ്രഹിച്ചു, ഹവ്വയെ അനുഗ്രഹിച്ചു. അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അനുഗ്രഹിക്കുമെന്നല്ല, അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്നാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. അപ്പൊ നമ്മളവിടെ കാണുന്നത്, ദൈവം പറയുകയാണ്, അവരെ അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലെസ് ദം. അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പൊ നമുക്കിവിടെ ആദമിനെ ദൈവം അനുഗ്രഹിച്ചു, നോഹയെ ദൈവം അനുഗ്രഹിച്ചു, നോഹയെ അവന്റെ സന്തതികളെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയാണ് വചനത്തിൽ അനുഗ്രഹിച്ചു. അപ്പൊ ഈ 2 വാക്യങ്ങളിൽ അനുഗ്രഹിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ? അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെ, കർത്താവ് അനുഗ്രഹിച്ചു. നമുക്ക് യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, യേശു അവരെ അനുഗ്രഹിച്ചു. ശിശുക്കളെ അവരൊക്കെ ചേർത്തണച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്നാല് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 12-ാം അധ്യായം. ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായം. ആ 12-ാം അധ്യായത്തില് 2-ാം വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അവിടെ കർത്താവ് പറയുന്നത്, ആദമിനെ ദൈവം അനുഗ്രഹിച്ചു, നോഹയെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല പറയുന്നത്, അനുഗ്രഹിക്കും. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം ഇരിക്കുന്നത്. അതാണ് വാഗ്ദത്തം. അപ്പൊ നോഹയ്ക്ക് അനുഗ്രഹം ലഭിച്ചു, ആദമിന് അനുഗ്രഹം ലഭിച്ചു.
പക്ഷെ അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ നൽകി. അപ്പൊ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. നമുക്ക് അതിന്റെ 13-ാം അധ്യായത്തില് 14-ാം വാക്യം, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിന് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. ദൈവം വാഗ്ദത്തം കൊടുത്തു. സന്തതിയെ കുറിച്ച്, അവന്റെ ഭാവിയെ കുറിച്ച് ദൈവം വാഗ്ദത്തം കൊടുത്തു. അതിന്റെ 15-ാം അധ്യായം 1-ാം വാക്യം, അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിലേക്ക് ഒരു അരുളപ്പാടുണ്ടായത് എന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അത് കർത്താവ് നൽകിയ ഒരു വാഗ്ദത്തം. ഇതിന്റെ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 15-ാം വാക്യം, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടി പുറപ്പെട്ടു പോയിരുന്നു. അതായത് ദൈവം അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച് പറയും, അവർ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. കർത്താവ് അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തമാണ്. അപ്പൊ ഇവിടെ എല്ലാം വാഗ്ദത്തങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുക, വാഗ്ദത്തം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതിന്റെ 17-ാം വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. അത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, നിയമം സ്ഥാപിക്കും. അവിടെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, ദൈവം അവിടെ അവന് മകനെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുക, മക്കളെ കുറിച്ചുള്ള വാഗ്ദത്തം. നമുക്ക് ഈ തുടർന്നുള്ള ഈ അധ്യായങ്ങളിലെല്ലാം നമുക്കത് വളരെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. 20-ാം അധ്യായത്തിൽ വാഗ്ദത്തം ലഭിച്ചു. 21-ാം അധ്യായത്തില് അവന് ഇസ്ഹാക്ക് എന്ന ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവന് ദൈവം നൽകി. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതിന്റെ 22-ാം അധ്യായം 12-ാം വാക്യം, കർത്താവ് യാഗമർപ്പിക്കാൻ ശ്രമിച്ച അബ്രഹാമിനെ ദൈവം തടയുക. നീ യാഗം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. യാഗം അർപ്പിച്ചു. എന്നാൽ 16-ഉം 17-ഉം 18-ഉം വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തിരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തര ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അപ്പോ അവിടെ കർത്താവ് വാഗ്ദത്തങ്ങൾ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അബ്രഹാമിന് തുടർച്ചയായിട്ട് കർത്താവ് പ്രോമിസുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അബ്രഹാം ഓരോ സ്റ്റെപ്പിലും എവിടെയെല്ലാം ചിലപ്പോ നിരാശപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കാരണം സന്തതിയില്ല, പല ലോത്ത് വിട്ടയച്ചു പോയി, അതുപോലെ സാറയെ രാജാവ് പിടിച്ചുകൊണ്ടുപോയി, പല വിഷയങ്ങൾ ഇതിനിടയ്ക്കുണ്ട്. അതിനിടയ്ക്ക് ഇസ്മായിൽ ജനിച്ചു, വീട്ടില് സാറയും ഹാഗറും തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു വിഷയങ്ങളുടെ നടുവിൽ എല്ലാം കൂടെ പോകുമ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച് നിരാശപ്പെടാനും ഭാരപ്പെടാനും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ തുടർച്ചയായിട്ട് കർത്താവ് പ്രോമിസ് കൊടുത്തുകൊണ്ടിരിക്കുക. വാഗ്ദത്തം തുടർച്ചയായിട്ട് വാഗ്ദത്തം, പ്രോമിസ്, കണ്ടിന്യൂസ് പ്രോമിസ്, അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ പ്രോമിസ്. കർത്താവ് വാഗ്ദത്തം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാം, അതൊരു അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണും. അബ്രഹാമിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. എന്നാൽ ഈ വാഗ്ദത്ത സന്തതിയാകുന്ന ദൈവജനം, കർത്താവ് പറഞ്ഞ പോലെ 430 വർഷം അവരറിയാത്തൊരു ജാതിയെ സേവിച്ചു. അങ്ങനെ സേവിച്ചതിന് ശേഷം അവരെ ദൈവം പറഞ്ഞതുപോലെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകും.
അവരെ അവിടുന്ന് പുറപ്പെടുവിച്ച് കർത്താവ് കൊണ്ടുപോകുന്നവനായ ദൈവം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകുമ്പോൾ അവരങ്ങനെ അവിടുന്ന് പുറപ്പെട്ടവരായ ദൈവജനം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ പുറപ്പെട്ടവരായ ദൈവജനത്തിന്റെ ജീവിത യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവര് എത്തിച്ചേർന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് സീനായ് മലയുടെ അടിവാരത്തിൽ നിൽക്കുക. സീനായ് മലയുടെ അടിവാരത്തിൽ നിന്ന് ജനം നിൽക്കുകയാണ്. ദൈവം മോശയെ വിളിച്ചിട്ട് മോശ സീനായ് മലയുടെ മുകളിൽ കയറി. സീനായ് മലയുടെ മുകളിൽ കയറിപ്പോയ ദൈവജനത്തോട്, മോശയോട്, ദൈവജനമല്ല മോശ ഒറ്റയ്ക്ക് കയറി, മോശയോട് ദൈവം പറഞ്ഞു, ആണ് ഈ ജനത്തിന് ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ വാഗ്ദത്തം എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകും. കാരണം അവരകത്ത് ഞാൻ ആരാണെന്നോ എന്നെ എങ്ങനെ മാനിക്കണമെന്നോ അവർക്ക് മനസ്സിലാകുന്നില്ല. അത് അവരുടെ കഴിഞ്ഞ 430 വർഷ ജീവിതത്തിൽ അവര് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ അവർ മാറിയിട്ട് അവർ കണ്ടുവന്ന വേഷമാണ് ദൈവത്തിന്റെ ബന്ധവുമായിട്ട് ദൈവത്തെ അവർ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു നിലയിലേക്ക് അവരെത്തി. അവിടെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടെ ഉണ്ടാകും, ഒരു മാറ്റത്തിന്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അപ്പൊ അവര് ദൈവത്തെ മുഷിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. ചെങ്കടന് മുമ്പിൽ നിന്ന് ഇപ്പൊ മോശയോട് വഴക്കുണ്ടാക്കുക, നീ എന്തിനാ ഞങ്ങളെ പിടിച്ചോന്നു. പലയിടത്തും അവർ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് പറയുക. ഇത്രയും അത്ഭുതം പ്രാപിച്ച ജനം പറയുക, ഞങ്ങൾക്ക് അവിടെയാണ് സേഫ്, ഞങ്ങൾക്ക് അവിടെ എല്ലാം ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകുക, അവരെപ്പോഴും അതേ അവർക്ക് പറയാൻ. അവർ ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട് എവരിതിങ്, ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട് എവരിതിങ്. അവരെല്ലാത്തിനെ കുറിച്ച് വഴക്കുണ്ടാക്കി. അങ്ങനെ അവർ വഴക്കുണ്ടാക്കി പിറുപിറുക്കുന്ന ആ ജനത്തോട് ദൈവം ഇടപെടുന്ന ഒരു മേഖല നമുക്ക് കാണാൻ കഴിയും. അതെവിടെയാന്ന് വെച്ചാൽ സീനായ് മലയുടെ മുകളിൽ മോശയെ വിളിച്ചിട്ട് മോശയോട് പറഞ്ഞു, ദൈവജനത്ത് ഞാൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമെല്ലാം ഈ ജനത്തിന് വേണ്ടി ഞാൻ നിവർത്തിക്കും. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം, മോശെ നീ പറവോന് മുമ്പിൽ പോണം, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാനായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ പ്ലാൻ എന്താണെന്നറിയോ, അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശം അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് ഞാൻ പ്രോമിസ് ചെയ്ത ലാൻഡിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. അതായിരുന്നു കർത്താവിന്റെ വാഗ്ദത്തം, അതായിരുന്നു കർത്താവിന്റെ പ്ലാൻ. അപ്പൊ അവർ അങ്ങോട്ടുള്ള യാത്രയിൽ, ആ യാത്ര മധ്യേ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾ റിപ്പീറ്റ്, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ട്, അത് വളരെ വിശദമായിട്ട് പറയും. പക്ഷേ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കാണേണ്ട നില എങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അതായത് അബ്രഹാമും ഇസഹാക്കും യാക്കോബും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അവരുടെ ജീവിതത്തിൽ നീതിമാന്മാരാകപ്പെട്ട അവരുടെ ജീവിതത്തിൽ അവര് നടന്ന വഴികളെ ദൈവം ഇവരോട് പറയുക, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. കർത്താവ് കൽപ്പനകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കൽപ്പനകൾ, ഈ 10 കൽപ്പന അവരുടെ ഉള്ളിൽ കിട്ടിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഈ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ എത്താൻ പറ്റുമോ? അവർക്കൊരു ഐഡിയ. ആ നിലവാരത്തിൽ അവർ അത്രത്തോളം അവര് ദൈവം വഴിവിട്ട് മാറിപ്പോകുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന അവരോട് ദൈവം പറഞ്ഞു, കൽപ്പനകളെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം ചെയ്യണം, ഇത് ചെയ്യാത്തവനെ ഛേദിച്ചു കളയാം, ഇത് തെറ്റുപറ്റുന്നവനെ എന്റെ ജനത്തിന്റെ നിന്ന് ഛേദിച്ചു കളയാം. അതാ കർത്താവ് പറഞ്ഞു. കൽപ്പനകൾ വളരെ വളരെ നിർബന്ധം വരും. കാരണം നമുക്കറിയാം, യേശുവിന്റെ കാലത്ത് വ്യഭിചാരക്കുരുതിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറഞ്ഞത്. കൊല്ലണം. നമുക്കറിയാലോ, ഹായി പട്ടണത്തിൽ വെച്ച് തോറ്റോടിയ ജനത്തെ നറുക്കിട്ട് ആഖാന് നറുക്ക് വീണപ്പോ ആ കുടുംബത്തെ മുഴുവൻ വലിയ കൂമ്പാരം കൂട്ടി കൊന്നു കളഞ്ഞു. നമുക്കറിയാം, ഊസ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ നിയമപ്പെട്ടകം കാളയുടെ മുകളിൽ നിന്ന് ഒന്ന് ചരിഞ്ഞ് താഴെ വിടാൻ തുടങ്ങിയപ്പോൾ കയറി പിടിച്ചതാണ്. അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു. അപ്പൊ അത്രത്തോളം ദൈവത്തിന്റെ ന്യായവിധിയുടെ തീവ്രത നിൽക്കുന്ന കാലം. അപ്പൊ കർത്താവോട് പറഞ്ഞു, ഇതൊക്കെ ചെയ്യണം, ഈ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ, അനുസരിക്കാതെ ഒരു നിർവാഹവുമില്ല. കർത്താവ് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ ആ നിർബന്ധങ്ങളുടെ ചേർന്ന് പറയുന്ന ഒരു കാര്യം ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. ആവർത്തന പുസ്തകം 28 നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ഞാൻ 1-2 വാക്ക്. നിരുദയമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും.
ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് വരും. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞ തന്നെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു എന്നല്ല, അനുഗ്രഹിക്കും. അപ്പൊ അത് തന്നെ ഇവരോട് പറയാം. ഇവരോട് പറഞ്ഞ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹിക്കും എന്നതിനും ഇവരോട് പറഞ്ഞ അനുഗ്രഹിക്കും എന്നതിനും രണ്ട് വ്യത്യാസം, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അതായത് ഒന്ന്, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു, ഒരു നിബന്ധനയും പറഞ്ഞില്ല. നീ ഇന്ന പോലൊക്കെ ചെയ്താൽ ഞാൻ അനുഗ്രഹിക്കും എന്നല്ല പറഞ്ഞു. ഇസഹാക്കിനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയോട് ഉടമ്പടി ചെയ്യും, നിത്യ നിയമമായിരിക്കും, അതൊക്കെയാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഇസഹാക്കിനെ തരുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാണ്, നിന്റെ പേര് വലുതാക്കും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ പരിചയമാണ്, നിന്റെ കോട്ടയാണ്, നിന്റെ പ്രതിഫലമാണ്. ഇത് കർത്താവ് ഓൾറെഡി പറഞ്ഞു. അത് ഇസഹാക്കിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പേ കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവ് അബ്രഹാമും ദൈവം തമ്മിലുള്ള കോണ്ടാക്ട്, അബ്രഹാമും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിബന്ധനകളില്ലാത്ത ദൈവവ്യവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. നിബന്ധനകളില്ലാത്ത വാഗ്ദത്തം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ ആ അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്ത് ഒരു നിബന്ധനകളുമില്ലാത്ത വാഗ്ദത്തം. എന്നാൽ അതേ വാഗ്ദത്തങ്ങൾ സൗഖ്യമാകണം, അനുഗ്രഹിക്കപ്പെടണം, നീ ചെയ്യുന്നതെല്ലാം മാനിക്കപ്പെടണം, നീ വായ്പ കൊടുക്കുന്നവനായി മാറണം, നീ തലയായി മാറണം, നീ ഉയർച്ച പ്രാപിക്കണം, പട്ടണത്തിലും ദേശത്തിലും നീ അനുഗ്രഹിക്കപ്പെടണം. നീ ഒരു കാര്യം ചെയ്യണം, ഈ കൽപ്പനകൾ മുഴുവൻ പ്രമാണിക്കണം, അല്ലെങ്കിൽ സാധ്യമല്ല. കാരണം 14-ാം വാക്യത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്, എവിടെങ്കിലും ഒന്ന് തെറ്റിയ ഈ പറയുന്ന ശാപം മുഴുവൻ നിന്റെ മേൽ വരും. 1-2 വാക്യങ്ങളിൽ പറയുന്നത് നീ ഇതെല്ലാം അനുസരിച്ചാൽ ഈ അനുഗ്രഹം എല്ലാം വരുമെന്ന് 1-2 പറയുന്നത്. പക്ഷെ 14-ാം വാക്യത്തിൽ പറയുക, നീ ഇവിടെ എവിടെയെങ്കിലും തെറ്റിയ, 14-ലും 15-ലും പറയുന്നത് നീ എവിടെയെങ്കിലും തെറ്റിയ, 15-ാം വാക്യം പറയുക, 14-ലും 15-ലും പറയും നീ എവിടെയെങ്കിലും തെറ്റിയ ഈ ശാപമെല്ലാം നിന്റെ തലത്തിൽ. അത് അവരുടെ മേലേക്ക് കർത്താവ് പറഞ്ഞ കാര്യം. അപ്പൊ നിബന്ധനകളില്ലാതിരുന്ന വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് നൽകപ്പെട്ടു. പക്ഷേ ദൈവജനത്തിന് ദൈവം നൽകിയത് നിബന്ധനകളോടുകൂടിയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളെ വായിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യമാണ്. പലവട്ടം നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി നമ്മൾ വായിച്ചിട്ടുള്ള വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഇതെല്ലാം ചെയ്യണമെന്ന നിബന്ധന ആവർത്തന പുസ്തകം 28-ന്റെ 1-2 വാക്യങ്ങളിൽ പറയുമ്പോൾ, ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അസന്നിഗ്ധമായി വ്യക്തമായി പറയുന്നു, വിശ്വാസത്താൽ പ്രാപിപ്പാൻ. ബൈ ഫെയ്ത്ത് യു ക്യാൻ റിസീവ്, ബൈ ഫെയ്ത്ത് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് വിശ്വാസത്താൽ ഈ അനുഗ്രഹമൊക്കെ പ്രാപിക്കാം. യെസ്, ഈസി, വെരി ഈസി. വിശ്വാസത്താൽ ഈ അനുഗ്രഹം എല്ലാം നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ഗോഡ്, താങ്ക് യു ജീസസ്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ വചനമുണ്ട്, ഈ ഒരു വാക്യം നമ്മളെ 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 എഴുന്നേൽപ്പിക്കുന്ന വാക്കാണ്, നമ്മളെ ബലപ്പെടുത്തുന്ന വാക്കാണ്. എന്താണെന്നറിയാമോ? കൽപ്പനകൾ അനുസരിച്ചിട്ട് പോലും അവർക്ക് ലഭിക്കാതിരുന്നത്. ഞാൻ അവർക്ക് അനുസരിച്ചിട്ട് പോലും എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ട് വേണ്ടേ. പക്ഷെ അത് ഇവിടെ പറയുക വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത്. അബ്രഹാമിന്റെ വാഗ്ദത്തമാണ്, ദൈവജനത്തിന്റെ അല്ല. ദൈവജനത്തിന്റെ നിബന്ധനകളോടുകൂടിയ അബ്രഹാമിന്റെ നിബന്ധനകളില്ലാത്ത വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അത് നമുക്ക് ഇതേ അദ്ദേഹത്തിന്റെ തന്നെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു. അപ്പൊ ഈ വാഗ്ദത്തങ്ങളെല്ലാം ആർക്കാം? ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യ ലേഖനത്തിലും അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ എങ്ങനെ കാണുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അപ്പം സകല വാഗ്ദത്തങ്ങളും
യെസ് ആൻഡ് ആമേൻ ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിൽ എല്ലാ വാഗ്ദത്തങ്ങളും എങ്ങനായി? ആമേൻ, റിലീസ്ഡ്. ക്രിസ്തുവേശുവിൽ സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പ്രിവിലേജ് എന്താണെന്ന് അറിയാമോ? ഗലാത്യ ലേഖനം 3:29 വാക്യം, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളായിട്ട് മാറി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ അവകാശം ഇപ്പൊ എങ്ങനെ പ്രാപിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചിട്ടല്ല, വിശ്വാസത്താൽ പ്രാപിച്ചു. എങ്ങനെ? വാഗ്ദത്തത്താൽ പ്രാപിച്ചു. എങ്ങനെ? ക്രിസ്തുവിലായപ്പോ. അബ്രഹാമിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയാകണം. ആമേൻ. അവർ പരിച്ഛേദനയേറ്റ അബ്രഹാമിന്റെ സന്തതിയായപ്പോ നാം വിശ്വസിച്ച് ക്രിസ്തുവിലായി അബ്രഹാമിന്റെ സന്തതികളായിട്ട് മാറി. അതുകൊണ്ട് വിശ്വസിച്ചവരായ നാം, ഹല്ലേലൂയ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ലഭിക്കാതെ പോയി വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പൊ അവിടെ പറയുന്നത് പ്രോമിസ് ഈസ് ദേർ. അപ്പൊ ഈ വാഗ്ദത്തം അവിടെ ഉണ്ട്. വാഗ്ദത്തം പ്രാപിക്കാതെ നിങ്ങൾ വിട്ടുപോരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിഴവ് വച്ചരുത്. നിങ്ങളെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. അത് പ്രാപിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് അതിന് 3-ാം വാക്യം പറയാണ്, വിശ്വസിച്ചവരായ നാമല്ലോ ആ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുന്നത്. എന്താ വാഗ്ദത്തം? സ്വസ്ഥത. ആമേൻ, സ്വസ്ഥത. അപ്പൊ ഇവിടെ 1-ാം വാക്യം പറയുന്നത് സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അപ്പൊ പ്രോമിസ് എന്താ? പീസ്, റെസ്റ്റ്. ഇത് നമ്മള് കഷ്ടപ്പെട്ട് ഓടി നടന്ന് മേടിക്കുന്നതല്ല. റെസ്റ്റ്, ശബത്ത്, സ്വസ്ഥത നമ്മുടെ ഏറ്റവും വലിയ പ്രോമിസാണ്. റെസ്റ്റ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തത്തെ ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിൽ നിവൃത്തിയായി എന്ന മർമ്മം, ആ ഇമ്പോർട്ടന്റ് ട്രൂത്ത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുടെ മുമ്പിലും ഭയപ്പെടത്തില്ല. കാരണം നമുക്ക് ഉറപ്പാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുകയെന്നല്ല. ചിന്തിച്ചു വായിക്കപ്പെടപ്പെട്ടത്. അതായത് ഈ പ്രോമിസുകളല്ല, ഈ സകല വാഗ്ദത്തങ്ങളും, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും, 2 കൊരിന്ത്യർ 20 പറയുന്നതനുസരിച്ച് സകല വാഗ്ദത്തങ്ങളും യെസ് ആൻഡ് ആമേൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. സകല വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിൽ നിൽക്കുക. സകല വാഗ്ദത്തങ്ങളും ഇൻ ക്രൈസ്റ്റ്, യെസ് ആൻഡ് ആമേൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒന്നിനെ കുറിച്ച് ഭാരപ്പെടും. വിശ്വാസത്താൽ പ്രാപിക്കുക. വിശ്വസിച്ചവരാ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. പ്രോമിസ് ഇസ് ദേർ. അതെ, അബ്രഹാമിനെ കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. അത്രേ ഉള്ളൂ. വിശ്വസിച്ചു, അത് മതി. വിശ്വസിച്ചു, അത് മാത്രം മതി എന്നേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ. വേറെ എങ്ങും പോണ്ടാകും. വിശ്വസിച്ചാൽ മാത്രം മതി അത്ഭുതം നടക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതവും സാഹചര്യങ്ങളും എന്തുകൊണ്ട്, ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും believe in the promises of God. If you believe in the promises, there is rest. നിങ്ങളെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഭയമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ സാമ്പത്തിക വിഷയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? കുടുംബ വിഷയം നിങ്ങളെ വല്ലാതെ ഞെരുക്കുന്നുണ്ടോ? ഞാൻ പറയാം, ഒന്നും നിങ്ങളുടെ മേൽ വാഴാൻ നിങ്ങൾ അനുവദിക്കരുത്. യു ആർ കംപ്ലീറ്റ്ലി ഫ്രീ. നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ്. നിങ്ങളുടെ ഉള്ളില് ദൈവിക സ്വസ്ഥത സകല മേഖലകളിലും വാഴട്ടെ. നിങ്ങളൊരു അനുഗ്രഹമായി തീരുക എന്നത് ദൈവിക പദ്ധതിയാണ്. എല്ലാ നിലകളിലും ഉയർച്ച പ്രാപിക്കുക എന്നത് ദൈവിക പദ്ധതിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ ആ ഗ്രേറ്റർ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ ആമേൻ മുന്നോട്ട് സ്റ്റെപ്പുകൾ എടുത്ത് നിങ്ങളുടെ വാഗ്ദത്തം മുഴുവൻ ക്രിസ്തുവിൻ നിവൃത്തിയായി സൗഖ്യമാക്കും എന്ന വാഗ്ദത്തം, അടിപ്പിണറുകൾ സൗഖ്യം വന്നിരിക്കുന്നു, അവൻ ചുമക്കും, ക്രൂശിൽ കയറി, എന്നാൽ ചുമന്നു, ക്രൂശിൽ കയറി, സൗഖ്യമാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോൾ വാഗ്ദത്തം മുഴുവൻ നിവൃത്തിയായി എന്ന ബോധ്യമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം മുഴുവൻ നിവൃത്തിയായി നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വാസത്താൽ പ്രാപിച്ചാൽ മതി. അതാണ് ഗലാത്യ ലേഖനം 3:14 പറയുന്നത്.
ആമേൻ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വാഗ്ദത്തം ക്രിസ്തുവിനാണ്. വാഗ്ദത്തം അഭിഷേകം പ്രാപിച്ചവനാണ്. ക്രിസ്തുവിനായി നിങ്ങൾക്ക് അഭിഷേകമുണ്ട്. അഭിഷേകമുള്ള നിങ്ങളിൽ വാഗ്ദത്തമുണ്ട്. അതിന് നിവൃത്തിയുണ്ട്. ധൈര്യത്തോടെ ചുവടുകൾ മുന്നോട്ട്. ഗാഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങൾ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്ക്, ആ വചനത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എവിടെയെങ്കിലും സംശയത്തിലും ഭാരത്തിലും നിരാശയിലും കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിൽ നിവൃത്തിയായി എന്ന ബോധ്യത്തോടുകൂടെ, ക്രിസ്തുവിലാണ് ഞങ്ങളെന്ന ബോധ്യത്തോടെ ചുവടുകൾ വയ്ക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. അപ്പൊ ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. കൃപയിൽ പൊതിയണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രോഗികളായിട്ട് എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഗ്ദത്തമാണല്ലോ സൗഖ്യം. കടഭാരത്താൽ ഞെരുങ്ങുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഗ്ദത്തമാണല്ലോ സമൃദ്ധി. കുടുംബജീവിതത്തിൽ തകർന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണക്കാരനായവനാണല്ലോ. കുറ്റബോധത്താൽ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. സകല അവരുടെ അകൃത്യങ്ങളെ ഓർക്കുകയില്ല എന്ന ഞങ്ങളുടെ വാഗ്ദത്തം ഉണ്ടല്ലോ. ആ വാഗ്ദത്ത നിവൃത്തി അവരിൽ വെളിപ്പെടട്ടെ. വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ച് അതേ കർത്താവ്, രോഗങ്ങൾ, ശാപങ്ങൾ, ഭാരങ്ങൾ, നിരാശകൾ സകലതിനെ മറികടക്കുന്നവരായിട്ട് അവർ കുതിക്കട്ടെ. കർത്താവെ, അവരെ ഒരു അനുഗ്രഹമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. അവരുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. നൽകിയ നന്മകൾക്കായി സ്തോത്രം. മഹത്വമെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും നിങ്ങളൊരു അനുഗ്രഹമാണ്. മറക്കരുത്. എല്ലാ വിധത്തിലും അനുഗ്രഹത്തിൽ വാഴുവാൻ, വസിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എവിടെങ്കിലും നിങ്ങൾ നിരാശയിലും ഭാരത്തിലും ഭയത്തിലുമാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നീതീകരിക്കപ്പെടും. രോഗം നിങ്ങളുടെ മേൽ വാഴത്തില്ല. ശാപം നെവർ. യു ആർ എ ന്യൂ ക്രിയേഷൻ ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ഒരു സംശയം വേണ്ടത്. ആ ക്രിസ്തുവിനാണെന്നുള്ള ബോധ്യത്തിൽ ചുവടുകൾ എടുത്തു വെക്കുക. മുന്നോട്ട് കുതിക്കുക. പ്രിയപ്പെട്ടവരെ, തോൽക്കരുത്, നിരാശപ്പെടരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ഒപ്പം ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കുക മാത്രമല്ല, അറിയാം, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, നിങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാൻ, ആമേൻ, അത് മുഖാന്തരമായി തീരും. കർത്താവ് നിങ്ങളെ ആയിരിക്കുന്ന സ്ഥലത്ത് മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കുന്ന വിളക്കായി കർത്താവ് നിങ്ങളെ നിർത്തി മാനിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.